വൈക്ക കൊലക്കേസിൽ അച്ഛൻ സനു മോഹൻ കുറ്റക്കാരൻ. പ്രതിക്ക് മേൽ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു. പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് തെളിവില്ലെന്ന പ്രോസിക്യൂഷൻ. കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ എന്തിന് കൊലപ്പെടുത്തിയെന്നും കോടതി ചോദിച്ചു. വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, അച്ഛൻ സനു മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി തെളിഞ്ഞിരിക്കുന്നു. ശിക്ഷാവിധി 2:30-ക്ക് ശേഷം പ്രഖ്യാപിക്കും. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് കേസിൻ്റെ വിധി പറയുക. വിധി പ്രസ്താവം അല്ലെങ്കിൽ ഈ പ്രതി കുറ്റക്കാരാണ്, പിതാവായിട്ടുള്ള സനുമോഹൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തി. തുടർന്ന് കോടതി നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ, ഈ വിചാരണ വേളയിൽ അല്ലെങ്കിൽ ഈ ശിക്ഷാവിധി പറയുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പിതാവിന് കുഞ്ഞിനെ കൊല്ലാൻ സാധിക്കുക എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇന്ന് ഈ ഘട്ടത്തിൽ കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുന്നത് 2021 മാർച്ച് 21 ഈ സംഭവം ഉണ്ടാകുന്നത്. വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് അന്നത്തെ ആ സംഭവം ആളുകളെല്ലാം തന്നെ കേൾക്കുകയും ചെയ്തത്. ഈ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുന്ന കോടതി, എറണാകുളത്തെ പ്രത്യേക കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2021 മാർച്ച് 21 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. 10 വയസ്സ് മാത്രം പ്രായമുള്ള മകളെ മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് ബോധരഹിതയാക്കിയ ശേഷം അച്ഛൻ പുഴയിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു. അതാണ് ഈ കേസ് എന്ന് പറയുന്നത്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഈ സംഭവം എന്ന് പറയുന്നത് ഇതാണ്. പിന്നീട് ഇയാൾ ഇവിടെ നിന്നും നാട്ടിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. അതിനുശേഷം കോയമ്പത്തൂരിൽ നിന്നുമാണ് ഇയാളെ പിടികൂടുന്നത്. ഏതാണ്ട് 1 മാസത്തോളം നീണ്ട വിചാരണക്കൊടുവിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇയാളെ പിടികൂടാനും ഏതാണ്ട് 1 മാസത്തോളം സമയം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. അന്ന് സംഭവിച്ച വിവരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കായംകുളത്തെ വീട്ടിൽ നിന്നും ഈ കുഞ്ഞിനെയും കൊണ്ട്, അതായത് കുഞ്ഞിനെ കായംകുളത്തെ വീട്ടിൽ നിന്നും അമ്മാവൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ഈ സാനുമോഹൻ അവിടെ നിന്ന് പുറപ്പെടുന്നത്. അതിനുശേഷം കങ്ങരപ്പടിയിലെ തൻ്റെ ഫ്ലാറ്റിലേക്കാണ് ഇയാൾ ആദ്യം എത്തുന്നത്. അവിടെ എത്തിയ ശേഷം വഴിയിൽ നിന്നും വാങ്ങിയിട്ടുള്ള കൊക്കക്കോളയിൽ മദ്യം കലർത്തിയ ശേഷം ഈ കുഞ്ഞിന് കൊടുത്ത് ബോധരഹിതയാക്കുന്നുണ്ട്. അതിനുശേഷം മദ്യലഹരിയിലായിട്ടുള്ള ഈ 10 വയസ്സുകാരിയെ ഈ ഫ്ലാറ്റിലെ വിസിറ്റിംഗ് റൂമിൽ ഇരുത്തിക്കൊണ്ട് മുണ്ടുകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ സമയത്ത് ഈ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്നൊക്കെ രക്തം വന്നിരുന്നു. ആ രക്തം ഒക്കെ തുടച്ചു നീക്കിയതിന് ശേഷമാണ് ഇയാൾ ഈ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ ചലനം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ കുട്ടി മരിച്ചു എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ബെഡ്ഷീറ്റ് ചുരുട്ടി എടുത്തുകൊണ്ടാണ് ഇയാൾ പോകുന്നത്. കാറിൻ്റെ ഡിക്കിയിൽ ഇട്ടുകൊണ്ട് പോകുകയായിരുന്നു. അതിനുശേഷം ആണ് ഇയാൾ പോകുന്ന വഴി ഈ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് കൂട്ടിൽ ഇയാൾ ഒരു 10:30 കൂടി തന്നെ ഈ കുഞ്ഞിനെ പുഴയിലേക്ക്, ഈ മുട്ടാർ പുഴയിൽ എറിയാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. അതിനുശേഷം 10:30 കൂടി പുഴയിലേക്ക് കുഞ്ഞിനെ എറിയുകയായിരുന്നു. ഇത് ഈ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ഇയാളുടെ ആദ്യത്തെ മൊഴിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് കുഞ്ഞ് വെള്ളം ശ്വാസകോശത്തിൽ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മരണം മുങ്ങി മരണമാണ് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഈ കുഞ്ഞ് ആ സമയത്ത് പോലും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ശ്വാസം മുട്ടിച്ച് ഇയാൾ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഈ കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പുഴയിൽ എറിഞ്ഞ ശേഷമാണ് ഈ കുഞ്ഞിൻ്റെ മരണം തന്നെ സംഭവിക്കുന്നത്. ഇത് പ്രത്യേകമായി ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്, ഇയാൾ ഈ ചൂതാട്ടം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇടപെടുന്ന ഒരാൾ കൂടിയായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം തന്നെ വിറ്റുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ ഇയാൾ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇയാൾ ഏതാണ്ട് 1 മാസത്തിന് ശേഷമാണ് ഇയാളെ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് പോലും പോലീസിന് എത്താൻ വേണ്ടി കഴിഞ്ഞത്, അത് പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കൊലപാതകത്തിന് ഈ പിന്നാലെ ഇയാൾ കോയമ്പത്തൂരിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. അതിനുശേഷം കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ കൈക്കലാക്കിയിട്ടായിരുന്നു ഈ യാത്രയെല്ലാം നടത്തിയിരുന്നത്. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വിദേശത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ബാംഗ്ലൂർ, മുംബൈ, ഗോവ, മുരുടേശ്വർ, മൂകാംബിക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇയാൾ 1 മാസത്തോളം ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിർത്താതെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാളെ പിടികൂടുന്നത്. ഈ ഘട്ടത്തിലെല്ലാം തന്നെ, അതായത് പോലീസ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇയാൾ പലതരത്തിലുള്ള ചൂതാട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെയും ഇയാളുടെ സാന്നിധ്യം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നുമാണ് ഇയാളുടെ ഈ ഒരു ശൈലി, അതായത് അതിഭീകരമായി തന്നെ ജീവിതത്തിൽ ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഇയാൾ എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നതും പോലീസ് ഈ ഇത്തരത്തിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെ ഈ അതിഭീകരമായ
ഭയങ്കരമായിട്ടുള്ള കടബാധ്യത വന്നതിനെ തുടർന്ന് ഇയാൾ നാട് വിടാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ മകൾ ഇങ്ങനെ ഇയാൾ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരാൽ മകൾ അവഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ചിന്തയാണ് ഇയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്നുള്ളതാണ് അയാളുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ കോടതി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം മകളോട് ഏതെങ്കിലും തരത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം അച്ഛന് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സുപ്രധാന ചോദ്യമായിരുന്നു ഈ സംഭവങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്, കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 2:30 ഈ കേസിലെ ശിക്ഷാവിധി കോടതി വിധിക്കും. പ്രതി കുറ്റക്കാരനാണ്, അതായത് പിതാവായിട്ടുള്ള സനു മോഹൻ കുറ്റക്കാരനാണ് എന്നുള്ള നിർണായകമായിട്ടുള്ള വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ശിക്ഷാവിധി ഏത് തരത്തിലുള്ള ശിക്ഷയാണ് കോടതി വിധിക്കുക എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. ആതിര. കൊലക്കേസിൽ അച്ഛൻ സനു മോഹൻ കുറ്റക്കാരൻ, പ്രതിക്ക് മേൽ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു. പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് തെളിവില്ലെന്ന പ്രോസിക്യൂഷൻ. കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ എന്തിന് കൊലപ്പെടുത്തിയെന്നും കോടതി ചോദിച്ചു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.